വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള അവ്യക്തതയിലെ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറി മാറി വരുന്ന സർക്കാരുകൾ പരിണിത ഫലങ്ങൾ നോക്കാതെ പല പദ്ധതികൾക്കും അനുമതി നൽകും. അത്തരത്തിൽ UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയതാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ. പിന്നീട് വന്ന LDF സർക്കാരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ മേലെ ആ ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയോട് ഗവൺമെന്റ് എന്ന നിലക്ക് എന്ത് ചെയ്യും? വേറൊന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ നേരത്തെയുള്ള അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് നടപ്പാക്കുക എന്നതിനോട് കൂടെ നിൽക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ കരാർ പ്രകാരം പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്കകൾ ദൂരീകരിക്കേണ്ടതുണ്ട്. ആ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി സർക്കാരിന്റെ ഭരണനിർവഹണ സ്ഥാപനമായ CAG നടത്തിയ നിശിത വിമർശനങ്ങൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. വിഷയം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന CPIM പറവൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചടങ്ങിൽ VS അച്യുതാനന്ദന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് VS പങ്കെടുത്തില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.